എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 പുതുവർഷ നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാർത്തിക നക്ഷത്രം 2 കൂറിൽ വരുന്നതാണ്. ഇടവക്കൂറുണ്ട്, മേടക്കൂറുണ്ട്. കാർത്തിക കാൽ മേടക്കൂറിലും കാർത്തിക മുക്കാൽ ഭാഗം ഇടവക്കൂറിലുമാണ് വരുന്നത്. ഇപ്പം ഇവരെ സംബന്ധിച്ച് മേടക്കൂറുകാരെ സംബന്ധിച്ച് വേഴം 3-ലും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വേഴം 2-ലും ജൂൺ 2 വരെ നിൽക്കുന്ന ഒരു സമയമാണ്. അതിനുശേഷം വേഴത്തിൻ്റെ മാറ്റം ഉണ്ടാവും. മേടക്കൂറുകാർക്ക് ശനി 12-ലും ഇടവക്കൂറുകാർക്ക് ശനി 11-ലും നിൽക്കുന്ന ഗോചര സമയമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആ ഗോചരഫലമായിട്ട് 4 ഗ്രഹങ്ങളുടെ ഗോചരഫലമാണ് കൂടുതലും ഗോചരത്തിൽ വരുന്നത്. വേഴം, ശനി, രാഹു, കേതു ഈ 4 ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ചുള്ള ഫലമാണ്. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഈ 2026 സമ്മിശ്രമായ ഗുണദോഷങ്ങൾ വരുന്ന ഒരു സമയമാണ്. സമ്മിശ്രമായി, അതായത് ഗുണവും ദോഷവും ഉണ്ടാവും. ഇവരെ സംബന്ധിച്ച് ഗുണം മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കില്ല, കുറച്ച് ദോഷങ്ങളും ചില സമയത്ത് കടന്നു വരാം. അതേപോലെ തന്നെ ദോഷം മാത്രമല്ല, ഗുണങ്ങളും കയറി വരും. അങ്ങനെ മൊത്തത്തിൽ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം കടന്നു വരുന്നത്. ധനപരമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷമാണ്. 3-ലെ വേഴവും അതിനുശേഷം വേഴം 4-ലേക്കൊക്കെ വരുന്നത് ഗുണകരമാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും നേട്ടങ്ങൾ ആണ്. കാരണം ഉദ്യോഗം കിട്ടാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ ഉദ്യോഗം ലഭിക്കാനൊക്കെ വളരെ നല്ലൊരു സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക്. അതുകൂടാതെ അവർക്ക് പ്രമോഷൻ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പ്രമോഷൻ മാത്രമല്ല, ശമ്പള വർധനവ്, സ്ഥാനക്കയറ്റങ്ങൾ, മേലാധികാരികളിൽ നിന്നുള്ള അനുമോദനങ്ങൾ, ഇതെല്ലാം ഇവരെ സംബന്ധിച്ച് കിട്ടാനുള്ള ഒരു സമയമാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും ഗുണം കിട്ടുന്ന ഒരു വർഷമാണ് 2026. ഇവരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും പ്രശസ്തിയും കിട്ടുന്ന ഒരു വർഷമായിരിക്കും. വിദേശയാത്രയ്ക്ക് ഇവരെ സംബന്ധിച്ച് നല്ല സമയമാണ്. പിന്നെ മാതൃഗുണം കിട്ടാവുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. മാതൃജനങ്ങളിൽ നിന്ന് സഹായഹസ്തങ്ങൾ ഇവർക്ക് നേരെ വരുന്ന ഒരു സമയമാണ്. ഇവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് സഹായങ്ങൾ കിട്ടും. ഇനി അഥവാ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നിന്ന് ഇവർ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് ഇവർക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവരുദ്ദേശിച്ചിട്ടുണ്ടാവില്ല, ഇവർക്ക് അവിടുന്ന് നേട്ടങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ കിട്ടുമെന്ന്. യാത്രകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കാരണം 7.5 ശനിയാണ് ഇവരെ സംബന്ധിച്ച്, മേടക്കൂറുകാരെ സംബന്ധിച്ച്. അപ്പോൾ അവർ അപകടങ്ങളിലൊക്കെ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് സൂക്ഷിച്ച് യാത്ര ചെയ്താൽ നന്നായിരിക്കും. കുടുംബാന്തരീക്ഷം വളരെ നല്ലതായിരിക്കും ഇവരെ സംബന്ധിച്ച്. സമാധാനവും മനസ്സന്തോഷവും മനസ്സിന് ഒരു നല്ലൊരു ഉന്മേഷവും ഒക്കെ കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഈ പുതുവർഷം. കർമ്മത്തിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ്. കാര്യവിജയങ്ങളും നേട്ടങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ശത്രുദോഷം നേരിടേണ്ടതായിട്ടും വരും. വാക്കുതർക്കങ്ങളിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു നിൽക്കാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷി ലാഭത്തിൽ വരുത്താനും ഇവർ ശ്രമിക്കും. ഈശ്വരാധീനം വർദ്ധിക്കാനും പറ്റിയ ഒരു സമയമാണ് ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച്.